ഹലോ അസ്സലാമലൈക്കും. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സവാള വച്ചിട്ട് നമുക്കൊരു അടിപൊളി ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി തയ്യാറാക്കാനായിട്ട് ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം. തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കട്ടിയുള്ള ഭാഗം നമുക്ക് കളയണം. അത് ചമ്മന്തിയിലിട്ട് അരിച്ച് കഴിഞ്ഞാൽ കയ്പ്പായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട്, മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്കിതിട്ട് കൊടുക്കാം. ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ സവാളയ്ക്ക് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കണം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഞാൻ അര ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എണ്ണയിലേക്ക് നമ്മൾ അരിച്ച് വെച്ചേക്കണ സവാള ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് ഞാൻ സിമ്മിലിട്ടേക്കുമായിരുന്നു. ഇനി നമുക്കത് കൂട്ടിയിട്ട് കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയിട്ട് വരണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്തിരി പുളിക്ക് വേണ്ടി നമുക്ക് വാളംപുളി പിഴിഞ്ഞ് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് ഈ കളറൊക്കെ മാറി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കണം. എൻ്റെ ചമ്മന്തിയുടെയൊക്കെ കളറ് മാറി നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത് അടിപൊളി ചമ്മന്തിയാണ്. ചോറിന്, ചപ്പാത്തിക്ക്, ദോശയ്ക്ക് എല്ലാത്തിനും അടിപൊളിയാണ് ഈ ചമ്മന്തി. ഈ ഒരു ഐറ്റം മാത്രം മതി നമുക്ക്. ചോറിനൊക്കെ ഇത് മാത്രം മതി നമുക്ക് കഴിക്കാൻ. നല്ലൊരു ചമ്മന്തിയാണ്. നമ്മളത് ഇഡ്ഡലിക്കൊക്കെ സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റം ആണിത്. ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കാൻ നേരം അറിയാൻ പറ്റും. എല്ലാ വീടുകളിലും സവാള ഉണ്ടാവും. അപ്പോൾ കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കി കഴിക്കാൻ, ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. അപ്പം നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ചമ്മന്തിയാണ്. ദോശയ്ക്ക്, ചപ്പാത്തിക്ക്, ഇഡ്ഡലിക്ക് ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ചമ്മന്തിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വരെ. അതുവരേക്കും അസ്സലാമു അലൈക്കും.